ഹലോ, ഞാൻ രാഹിന ഫസ്മി, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മൾ കുട്ടികളെയൊക്കെ നോക്കുന്ന സമയത്ത് പാരൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭയങ്കര വികൃതിയാണ് എൻ്റെ മോൻക്ക്, ഇവൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല, എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എപ്പോഴും വികൃതി കളിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും എന്നെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ പൊതുവെ പാരൻസ് എപ്പോഴും കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഒരു അമിത വികൃതി കാണിക്കാറുണ്ട്. അതായത് അവരുടെ പ്രായത്തിൻ്റെതിനനുസരിച്ചിട്ടല്ലാത്ത രീതിയിൽ ഒരു വികൃതി. കുട്ടികളിലെ വികൃതി വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതായത് അവർ വളർന്നു വരുന്ന പ്രായത്തിൽ അവർക്ക് എപ്പോഴും ഒരു കൗതുകമായിരിക്കും. പുതിയൊരു സാധനം കാണുന്ന സമയത്ത് അതൊന്ന് തൊട്ട് നോക്കേണ്ടി വരും. ചിലപ്പോൾ അത് തൊടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാം. അപ്പം എല്ലാത്തിനോടും എല്ലാ ഒബ്ജക്ട്സിനോടും ഒരു കൗതുകം കാണിക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് തൊട്ട് നോക്കാനും അതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു പ്രകൃതമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. അതൊന്നും കൊണ്ടല്ല, അവർ വളർന്നു വരുന്ന പ്രായം ആയതുകൊണ്ട് എല്ലാം അവർക്ക് പുതിയ കാര്യങ്ങളാണ്. പുതിയ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് അത്രയും എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ആവേശം കാണിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം കാണുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഓടിച്ചാടി അത് പിടിക്കാൻ വേണ്ടിയിട്ട്, അത് പിടിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പം, അത് വേറൊരാളുടെ സാധനമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവരുടെ ആ കുഞ്ഞു മനസ്സിൽ അതൊന്ന് ടച്ച് ചെയ്യാം, അതൊന്ന് നോക്കാം എന്നുള്ളൊരു മൈൻഡായിരിക്കും. ഇതിനാണ് പലപ്പോഴും പല പാരൻസും എൻ്റെ കുട്ടി പറഞ്ഞതനുസരിക്കുന്നില്ല, അവനെല്ലാം പോയിട്ട് തൊട്ട് നോക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഇത് വളരെ നോർമലായിട്ട് എല്ലാ കുട്ടികളിലും കാണുന്ന അവരുടെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവർ വളർന്നു വരുന്നതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് അവർക്ക് അവരുടെ പല സെൻസസും വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും അവരുടെ ബ്രെയിന് പുതിയതായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും, നമ്മൾ ഭാഷ പഠിക്കുന്ന പോലെ തന്നെ കളറുകൾ പഠിക്കാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഒബ്ജക്ട്സിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു വരുന്ന പ്രായം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവരെല്ലാം പോയിട്ട് ടച്ച് ചെയ്യുന്നതും അത് ചിലപ്പം എന്തെങ്കിലും ആയിട്ട് നശിച്ചു പോകാനുള്ള ചാൻസസ് ഒക്കെ ഉള്ളത്. പക്ഷേ ചില കുട്ടികൾ നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് ഒരു കുട്ടികളുടെ ഒരു പ്രായത്തിൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടല്ലാത്ത രീതിയിലുള്ള അമിത വികൃതി, അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രായത്തിൽ ഒരു ഏകദേശം ഒരു പ്രകൃതി ഉണ്ടാകും, ഒരു സ്വഭാവം ഉണ്ടാകും. ആ ഒരു സ്വഭാവത്തിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് മുതിർന്ന ആളുകളെ പോലെ പെരുമാറുക. ആ പെരുമാറുന്നത് നല്ല രീതിയിലല്ല, മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക, മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്യാം. അവരുടെ പ്രായക്കാരോടാണ് എന്നുണ്ടെങ്കിലും അവരുടെ മുതിർന്ന ആളുകളോടാണ് എന്നുണ്ടെങ്കിലും വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇവർക്ക് ചിലപ്പം നമ്മളൊന്ന് കുറച്ച് അധികം അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. അറ്റൻഷൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒത്തിരി ടേക്ക് കെയർ ചെയ്യാന്നല്ല, അവരുടെ ഈ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതൊരു പരിധിയിൽ കൂടുതലാവുന്നുണ്ട്, പാരൻസിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, കുട്ടികളിൽ പലപ്പോഴും പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് കാണിക്കാറുണ്ട്. പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാറ്റഗറി ആയിട്ട് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു അസുഖം, ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിലോട്ട് മാറാറുണ്ട്. ഇപ്പം നമ്മൾ വളരെ എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതായിരിക്കും ADHD എന്ന് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, LD എന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന വേറൊരു കാറ്റഗറി ഓഫ് ഡിസോർഡർ ആണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഒരു അമിത വികൃതിയാണ് കണ്ടക്ട് ഡിസോർഡറിൽ എപ്പോഴും പലപ്പോഴും അതിൻ്റെ ഒരു ബേസ് ആയിട്ട് കാണാറുള്ളത് എന്നുള്ളത്. അതായത് അമിത വികൃതി എന്ന് പറയുന്ന സമയത്ത് പാരൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ എത്ര അടിച്ചിട്ടും എത്ര വഴക്ക് പറഞ്ഞിട്ടും ക്ലാസ്സിൽ നിന്ന് എത്ര പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കാണാത്തൊരവസ്ഥ. ഇതിൽ വികൃതി എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരു 4 കാറ്റഗറിയൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ദേഷ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടി കാണിക്കുന്ന ദേഷ്യത്തിൻ്റെ ഒരു അളവായിരിക്കില്ല ഇവർ പലപ്പോഴും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ ദേഷ്യം എന്ന് പറയുന്നത് ഇവർ പാരൻസിൻ്റെ അടുത്ത് കാണിക്കും, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാണിക്കും, അവരുടെ സ്കൂളിൽ പോയാൽ കാണിക്കും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾ വീട്ടിൽ ഭയങ്കര വികൃതി, വീട്ടിൽ ഭയങ്കര ദേഷ്യം, അമ്മമാരുടെ അടുത്ത് ഭയങ്കര ദേഷ്യം കാണിക്കാറുണ്ട്. പക്ഷെ ഒരു ഡിസോർഡർ ഒക്കെ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം, 1 2 അല്ലെങ്കിൽ 2 കൂടുതൽ സെറ്റിങ്സിൽ അത് കാണിക്കണം. ഇവരുടെ ഈ മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതം സ്കൂളിൽ കാണിക്കണം, വീട്ടിൽ കാണിക്കണം, ഇവർ പുറത്ത് പോയി കഴിഞ്ഞാലും കാണിക്കണം. അതല്ലാണ്ട് വീട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ഒക്കെ വളരെ മോശപ്പെട്ട സ്വഭാവം നമ്മൾ വീട്ടിൽ കാണിക്കാറുണ്ട്. ആ രീതിയിലല്ല, അവർ ഈ സ്വഭാവം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അമിതമായിട്ടുള്ള വികൃതിയും അമിതമായിട്ടുള്ള ദേഷ്യവും മോശപ്പെട്ട സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഈ ദേഷ്യത്തിലോട്ട് വരുന്ന സമയത്ത് ഇവർ സ്കൂളിലൊക്കെ എപ്പോഴും പലപ്പോഴും ഇങ്ങനത്തെ കുട്ടികളെ കുറിച്ച് കംപ്ലയിൻറ്റ്സ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് ഇങ്ങോട്ടേക്ക് അടി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല, അവർ അങ്ങോട്ടേക്ക് കയറി അടി ഉണ്ടാക്കുക, ഒരു ആവശ്യമില്ലാണ്ട് അടി ഉണ്ടാക്കുക. സെയിം പ്രായക്കാരെന്ത് ചെയ്യുക, ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പം അതൊന്നും ഒരു നോർമലായിട്ടൊരു കുട്ടി ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക. ആ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ ആയുധങ്ങളൊക്കെ യൂസ് ചെയ്യും, ആയുധങ്ങൾ, കത്തി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് സ്കൂളിലുള്ള പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ കാണിക്കാറ്. അതായത് ഇഷ്ടികയൊക്കെ എടുത്ത് തലക്കടിക്കുന്ന കേസസ്, അങ്ങനെയൊക്കെ പല കേസസും ഈ ഒരു കണ്ടക്ട് ഡിസോർഡറിൽ നമുക്ക് കാണിക്കാറുണ്ട് എന്നുള്ളത്. പിന്നെ ഇവർ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് തന്നെ വന്ന ഒരു കേസിലുണ്ടായിരുന്നു. അപ്പം അവരുടെ ഉമ്മൂമ്മയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൂമ്മ പറയുന്ന ഒരു കാര്യമാണ്, അവന് ചെറിയ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ കീറി കളയുകയാണ് എന്ന് പറഞ്ഞു. അതായത് നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ദേഷ്യം വരാം, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് വീട്ടിലുള്ള കുഞ്ഞു കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ വലിച്ച് കീറുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ല. ഈ ബിഹേവിയറിനെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. ആ രീതിയിലുള്ള ദേഷ്യമായിരിക്കും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, ഉപദ്രവിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് എല്ലാത്തിനോടും കൗതുകമാണ്. ഇപ്പോൾ വീട്ടിലുള്ള ഒരു പൂച്ചൻ്റെ വാല് പോയി പിടിക്കുന്നത് നമുക്ക് അയ്യോ എൻ്റെ കുട്ടി കണ്ടക്ട് ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു പൂച്ചേനെ അല്ലെങ്കിൽ എന്ത് കോഴി അങ്ങനെയുള്ള വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ അവർക്ക് വേദന ഉണ്ടാവുന്നത് കണ്ടിട്ട് ഒരു സന്തോഷം ഉണ്ടാവുന്ന രീതിയിലായിരിക്കും ഇവർ ഉപദ്രവിക്കുന്നുണ്ടാവുക. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ആ ജീവികൾ പലപ്പോഴും ചത്തുപോകാറുണ്ട്. കല്ലൊക്കെ വെച്ചിട്ട് തലക്കടിക്കുക, അത്തരത്തിലുള്ള വളരെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളാണ് ഈ കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികൾ പലപ്പോഴും കാണിക്കാറില്ല. അവരുടെ ദേഷ്യത്തിൻ്റെ ഒരു അളവ് സാധാരണ ലെവലിനേക്കാൾ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഈ ദേഷ്യത്തിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഭയങ്കര എല്ലാം നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കയ്യിൽ നിന്ന് സാധാരണയായിട്ടും സാധനങ്ങൾ പൊട്ടുക, ഗ്ലാസ് പൊട്ടുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ പൊട്ടിക്കാറൊക്കെ ഉണ്ട്. അത് എന്ന് പറയുന്നത് അവർക്കിത് കിട്ടുന്ന സമയത്തുള്ള ഒരു കൗതുകം കൊണ്ട് അവരെന്തെല്ലാം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് ഒരു തരം അവർക്ക് ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ട്, എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ട്, ഇത് ആരുടെ സാധനമാണോ അവർക്ക് അത് നഷ്ടമാണ്, അങ്ങനത്തെ യാതൊരു വിധ ബോധമൊന്നുമില്ല. അപ്പോൾ പൊതുവേ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം നശിപ്പിച്ച് കഴിയുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിപ്പോയല്ലോ എന്നുള്ള ചെറിയൊരു വിഷമം ഉണ്ടാകും, അല്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയുമല്ലോ എന്നുള്ള വിഷമം ഉണ്ടാകും. ഇനിയിപ്പോൾ വേറൊരു കുട്ടീൻ്റെ സാധനം പൊട്ടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ സാധനം പൊട്ടിച്ചു എന്നുള്ള ഒരു ബോധമൊക്കെ ഉണ്ടാകും. ഇത് നമ്മൾ സംസാരിക്കുന്നത് വളരെ 2-3 വയസ്സ് പ്രായമുള്ള കുട്ടികളെ പറ്റിയിട്ടല്ല, ഒരു 10 വയസ്സും 12 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ പറ്റിയിട്ടാണ്. ആ സമയത്ത് അവർക്ക് ഈ ഒരു സെൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും. ഞാൻ എന്തെങ്കിലും നശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അപ്പുറത്തോട്ടൊരു കോൺസിക്വൻസസ് ഉണ്ട്, ഈ വലിയൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് അവർക്ക് ഒരു കുഴപ്പമില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ളത്. അപ്പോൾ ഇവർ നശിപ്പിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പല കേസിലും നമ്മൾ കണ്ടിട്ടുള്ളത് തീയൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ തീ വെച്ച് കത്തി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഡോറിൻ്റെ ഒക്കെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, നോർമലായിട്ട് ആ പ്രായത്തിലൊരു കുട്ടി ചെയ്യേണ്ട ബിഹേവിയർ അല്ല ഇത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പാരൻസിന് മനസ്സിലാവണം എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ച് ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഉമ്മ ഒരു കുട്ടീനെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഇനി ഒരു സാധനം ബാക്കിയില്ല എന്നുള്ളത്. കാരണം ഈ കുട്ടി എല്ലാം നശിപ്പിക്കുകയാണ്. ഇവൻ ഈ ദേഷ്യം അങ്ങോട്ട് കയറുന്ന സമയത്ത് എല്ലാം അടിച്ചു പൊട്ടിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അവന് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം കിട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് കിട്ടണം. ചിലപ്പം വീട്ടിൽ അത് കിട്ടണമെന്നില്ല, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ച് കളയാണ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പം പൊതുവെ കുട്ടികൾ അവരുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമായിരിക്കും നശിപ്പിക്കുക. പക്ഷേ ഒരു കണ്ടക്ട് ഡിസോർഡർ ഉള്ള ആൾ അങ്ങനെയല്ല, അപ്പുറത്തെ വീട്ടിലെ സാധനങ്ങളും ആരുടേതാണോ അതെല്ലാം നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ദേഷ്യവും ഈ രീതിയിൽ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം, അതിൻ്റെ കൂടെ ഒത്തിരി കള്ളത്തരം കാണിക്കുക, ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ മോഷ്ടിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ രീതിയിൽ മിഠായിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് 1-2 രൂപയൊക്കെ അമ്മമാരെ പേഴ്സണൊക്കെ മോഷ്ടിക്കാറുണ്ട്. പക്ഷേ ഇവർ പലപ്പോഴും മോഷ്ടിക്കുക വലിയ എമൗണ്ട് മോഷ്ടിക്കും. അത് വീട്ടിൽ നിന്ന് മാത്രമായിരിക്കില്ല, പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കുക. ഇത്തരത്തിൽ പിന്നെ ഒരുപാട് കള്ളങ്ങൾ പറയാം, ബാക്കിയുള്ളവരെ പറ്റിക്കുന്ന രീതിയിലുള്ള സ്വഭാവം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചതി, വഞ്ചന, കള്ളത്തരം, ഇങ്ങനത്തെ എല്ലാ പരിപാടികളും മിക്കപ്പോഴും ഒരു കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികളിൽ കാണിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും. അതായത് കുട്ടികളാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നമ്മൾ കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ടാവും, വീട്ടിൽ കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ടാവും, നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമുക്കൊരു നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളൊരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ. ഇവർക്ക് അങ്ങനത്തെ ഒരു നിയമങ്ങളും ഇവരെ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളത്. എന്ത് ചെയ്യണം എന്ന് പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുക. അപ്പം പലപ്പോഴും ഈ കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഇവർക്ക് ഇത്തരത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുക, ഭയങ്കര മോശമായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇവർ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഒരു 10-12 വയസ്സുള്ള കുട്ടിയാണ് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അവർക്കതൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടാവും, അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമ്മളുടെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ പാരൻസിന് വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ. പാരൻസിന് മാത്രമല്ല, പുറത്തുള്ള ആൾക്കാർക്കും ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എപ്പോഴും കംപ്ലയിൻറ്റ്സ് പറയും. പിന്നെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ ഭയങ്കര പിറകോട്ടായിരിക്കും. കാരണം എപ്പോഴും ഇവർ വികൃതി ഉണ്ടാക്കുന്ന ഒരു കുട്ടികളായതുകൊണ്ട് ഇവരെല്ലാവരും അവോയ്ഡ് ചെയ്യും, അതായത് മാറ്റി നിർത്തും, കുറ്റം പറയും, ദേഷ്യപ്പെടും. അപ്പം ഓട്ടോമാറ്റിക്കലി ഇവരുടെ സ്വഭാവം ഇങ്ങനെ ഈ ഒരു സ്വഭാവം കൂടി വരികയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പം ഇതാണ് ഒരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു ഓവറോൾ എന്ന് പറഞ്ഞത്. അതായത് അവരുടെ പ്രായത്തിൻ്റേതനുസരിച്ചിട്ടല്ലാത്ത രീതിയിലുള്ള ദേഷ്യവും, സാധനങ്ങൾ നശിപ്പിക്കുന്ന സ്വഭാവം, കള്ളത്തരങ്ങളും, ഒരു നിയമവും അവർ ഫോളോ ചെയ്യാത്തൊരു രീതിയായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ പാരൻസ് സഹിക്കെട്ട് ഇവരെ അടിച്ച് ഭയങ്കര പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടിക്ക് പണിഷ്മെൻ്റ് ഒന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. എത്ര തന്നെ തല്ലിയാലും, എത്ര തന്നെ അടിച്ചാലും, എന്ത് രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാവാറില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് കാണുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ എന്തെങ്കിലും കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷമൊക്കെ പൊതുവേ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെൻസിൽ കൊടുക്കുക, മിഠായി കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഞാൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് ഉണ്ടാവണം, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെപ്പോഴും ചെയ്യുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിൽ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധവും, ഞാൻ ഇന്ന കാര്യം ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത് എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടാം. കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിന് അടി കിട്ടും, അമ്മേൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഈ കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല എന്നുള്ളത്. അവരിതിനെക്കുറിച്ച് പണിഷ്മെൻറ്റ് കിട്ടിക്കോട്ടെ, അങ്ങനെ പ്രശ്നമില്ല, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇവർക്ക് കാണിക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പണിഷ്മെൻറ്റ് ഉണ്ടാവില്ല, ഒരു എമ്പതി ഉണ്ടാവില്ല, ബാക്കിയുള്ളവരെ സഹായിക്കണം, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവരിൽ പൊതുവെ കാണിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ കണ്ടക്ട് ഡിസോർഡർ മൈൽഡായിട്ടുള്ള കണ്ടീഷൻ, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ്. ചില കുട്ടികളിൽ ഇതൊരു ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ആയിരിക്കും, ചെറിയ പ്രായത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ചില കുട്ടികൾക്ക് ഒരു കൗമാരപ്രായം ആവുന്ന സമയത്ത് എന്താവാറുണ്ട്, പൊതുവെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഒരു കൗമാരപ്രായത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അതിൻ്റേതായിട്ടുള്ള അവരുടെ ഏജിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഈ കണ്ടക്ട് ഡിസോർഡറിൻ്റെ സിംറ്റംസും കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 18 വയസ്സിൻ്റെ മുന്നെയാണ് ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ഒക്കെ കുട്ടികൾ ഈ കണ്ടക്ട് ഡിസോർഡറിൽ കാണിച്ചു തുടങ്ങും. ഒരു 10-16 വയസ്സിൻ്റെ ഇടയിലായിരിക്കും പലപ്പോഴും. അപ്പോൾ നമ്മൾ പാരൻസ് ഇത് വളരെ പണിഷ്മെൻറ്റ്, അടിപിടി ഒക്കെ ചെയ്തിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർക്ക് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, ഇവർക്ക് എല്ലായിടത്തുനിന്നും ഇവരെ മാറ്റി നിർത്തുകയാണ്. സ്കൂളിലാണെന്നുണ്ടെങ്കിലും പഠിക്കാനും പറ്റുന്നില്ല, അങ്ങനെ പഠിച്ചുയരാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നില്ല, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഇവർ പലപ്പോഴും മോശപ്പെട്ട കൂട്ടുകെട്ടിൽ കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവരെ നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഈ കണ്ടക്ട് ഡിസോർഡർ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറാറുണ്ട്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സാമൂഹിക വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു 18 വയസ്സ് കഴിഞ്ഞിട്ടും ഇവർ ഇതേ സ്വഭാവത്തിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്കും അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കും. അതായത് വളരെ അപകടകരമായിട്ടുള്ള സ്വഭാവങ്ങളും പ്രകൃതവും ഒക്കെ ആയിരിക്കും ഇവർ കാണിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത് എന്ന് പലപ്പോഴും പല മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈക്കോളജിക്കലി ഉണ്ടാകുന്ന പല ഡിസോർഡേഴ്സിനും പല കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്ന് പ്രധാനമായിട്ടും അതായത് അവർക്കൊരു പാരമ്പര്യപരമായിട്ട് ജനറ്റിക്കലി അസുഖങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും, ഒരു ജനറേഷൻ വേറൊരു ജനറേഷനിലോട്ട് അങ്ങനെ മാറാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ നേരത്തെ ആൻറ്റി സോഷ്യൽ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഫാമിലിയിൽ ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കാണാറുണ്ട്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, ചാൻസസ് കാണാറുണ്ട് എന്നുള്ളത് തന്നെ. പിന്നെ പലപ്പോഴും മിക്ക ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനും ഒരു പാരൻറ്റിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും കുട്ടികളുടെ സ്വഭാവ മാറ്റത്തിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ പല ആളുകളുടെ പാരൻറ്റിങ്ങും പല രീതിയിലായിരിക്കും.
അപ്പോൾ നമ്മൾ പാരൻറ്റിങ്, അതായത് കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കുന്നു, കുട്ടികളെ എങ്ങനെ വളർത്തുന്നു, ഒരു കുട്ടീനെ നമ്മൾ ഭയങ്കര എപ്പോഴും അവോയ്ഡ് ചെയ്യാണ്, ആ കുട്ടീൻ്റെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഡിസിപ്ലിൻ വെച്ചിരിക്കുക, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം, അങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ള ഡിസിപ്ലിന് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇത്തരത്തിൽ ഭയങ്കര കണിശമായിട്ടുള്ള പാരൻറ്റിങ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികളിൽ ഭാവിയിൽ പല രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങൾ, അതായത് മോശമായിട്ടുള്ള രീതിയിൽ അവരുടെ സ്വഭാവങ്ങൾ മാറാനുള്ള സാധ്യതകൾ നമ്മൾ കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും അബ്യൂസസ്, ചൈൽഡ് അബ്യൂസസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കും ഇത്തരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങൾ, കാരണം അവർക്ക് ആ ചെറിയ പ്രായത്തിൽ എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും അതൊരു ദേഷ്യവും വാശിയും ഒക്കെ ആയി അങ്ങനെ ആ രീതിയിൽ തന്നെ ആ സ്വഭാവം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് നല്ലൊരു റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടാവില്ല, നല്ല സ്കൂളിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ടീച്ചേഴ്സ് നല്ല രീതിയിൽ നിൽക്കില്ല, പാരൻസ് നല്ല രീതിയിൽ നിൽക്കില്ല. ആ സമയത്ത് ഇവരിങ്ങനെ ഒതുങ്ങി ഒറ്റയ്ക്കായി ഇവരുടെ ഈ സ്വഭാവം ദേഷ്യം, സമൂഹത്തിനോട് ദേഷ്യമായി മാറുക, ആളുകളോട് ദേഷ്യമായി മാറുക, അങ്ങനെ ഭയങ്കര നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ വളരെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലോട്ട് എത്താറുണ്ട്. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ മോശപ്പെട്ട ഒരു ക്യാരക്ടർ കുട്ടികളിൽ കാണിക്കാറുണ്ട് പലപ്പോഴും എന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അത്രത്തോളം ദേഷ്യമാണ്, ഒരു ചെറിയ കുട്ടി കാണിക്കുന്ന ദേഷ്യമല്ല, ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഉപദ്രവിക്കുക. ഇപ്പം സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോക്കീൻ്റെ സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ഫ്രണ്ട്സിനെ അടിക്കുക, ബാറ്റൊക്കെ എടുത്തിട്ട് അടിക്കുക, തല പൊട്ടിക്കുക, ഇങ്ങനെ ഭയങ്കര വീട്ടിലുള്ള ക്യാറ്റ്സിനെയും എല്ലാത്തിനെയും ഉപദ്രവിക്കുന്ന രീതിയിൽ, സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കുന്ന രീതിയിൽ, ഒത്തിരി കളവുകൾ പറയുക, ചതിക്കുക, മോഷ്ടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർക്ക് ഒരു സാമൂഹികപരമായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഐഡിയ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാവാറില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ തന്നെ വന്ന ഒരു കേസിൽ ആ കുട്ടിയുടെ പാരൻസ് പറയുന്നുണ്ടായിരുന്നു, ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം അവന് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എന്തിനാ പൈസ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ, അങ്ങനെ അവർക്ക് ഇതൊക്കെ വേറൊരു രീതിയിൽ എല്ലാത്തിനോടും ഒരു ശത്രുത കാണിക്കുന്ന ഒരു മനോഭാവമാണ് പലപ്പോഴും കാണിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് പൊതുവെ ഒരു കണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. പല രീതിയിലുള്ള ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, അതായത് ചെറിയ പ്രായത്തിൽ സൈക്കോളജിക്കലി പല രീതിയിലുള്ള അസുഖങ്ങൾ കുട്ടികൾക്ക് വരാറുണ്ട്. പലപ്പോഴും പാരൻസ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാറില്ല. കുട്ടീനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പം അതിലൊരു മാറ്റം ഉണ്ടാവാറില്ല. കറക്റ്റായിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ കാണിക്കുകയോ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയോ അവരുടെ ബിഹേവിയേഴ്സിൽ ചേഞ്ചസ് വരുത്താൻ ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിനെ കാണിക്കുകയൊന്നും പലപ്പോഴും പാരൻസ് ചെയ്യാറില്ല. കാരണം ഒന്നാമത് ഇങ്ങനെ കുട്ടികൾക്ക് മോശം ബിഹേവിയേഴ്സ് ഉണ്ടാകുമ്പോൾ പാരൻസിനാണ് പലപ്പോഴും കുടുംബക്കാരും എല്ലാവരും വഴക്ക് പറയാം, നീ നോക്കുന്നതിൻ്റെ പ്രശ്നമാണ്, നീ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പം പാരൻസിനും ഇത് ഭയങ്കര സ്ട്രെസ്സാണ് അവരുടെ കുട്ടികളിൽ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങൾ നമ്മളുടെ മക്കളിൽ കാണിക്കുന്നുണ്ട്, അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള സ്വഭാവമല്ല അവർക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിനെ, ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ, സൈക്കോളജിസ്റ്റിനെ കാണിച്ച് എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ ആൻറ്റി സോഷ്യൽ സ്വഭാവങ്ങളൊക്കെ കാണിച്ച് തീരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വ്യക്തിത്വം ആ രൂപത്തിൽ രൂപപ്പെട്ട് അങ്ങനെ തന്നെയുള്ള ഒരു ട്രാക്കിലോട്ട് പോയി ജീവിതം വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ആ കുട്ടീനെയും പാരൻസിനെയും സമൂഹത്തിനെയും എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പം വേറെ ഒരു സൈക്കോളജി റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്